Biodiversity and conservation. There is a rich variety of living organisms around us. 20,000 species of ants, 3 lakh species of beetles, 28,000 species of fishes, 20,000 species of orchids. ഇങ്ങനെ കുറേയധികം സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കമ്പൈൻഡ് ഡൈവേഴ്സിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ എന്നാണ് എഡ്വേർഡ് വിൽസൺ ബയോഡൈവേഴ്സിറ്റിയെ ഡിഫൈൻ ചെയ്തത്. ജനറ്റിക് ഡൈവേഴ്സിറ്റി. എ സിംഗിൾ സ്പീഷീസ് മൈറ്റ് ഷോ ഹൈ ഡൈവേഴ്സിറ്റി അറ്റ് ജനറ്റിക് ലെവൽ ഓവർ ഇറ്റ്സ് ഡിസ്ട്രിബ്യൂഷണൽ റേഞ്ച്. ഇതിൽ ഒരു സിംഗിൾ സ്പീഷീസ് എടുത്താൽ തന്നെ അതിൽ പലതരത്തിലുള്ള ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാകും. ഇതിനൊരു ക്ലിയർ എക്സാമ്പിൾ ആണ് ഹിമാലയൻ റേഞ്ചസിൽ കാണപ്പെടുന്ന റവോൾഫിയ വൊമിറ്റേരിയ എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്ലാന്റ്. ഇതിൽ റിസർപ്പൈൻ എന്ന ആക്റ്റീവ് കെമിക്കലുടെ കോൺസെൻട്രേഷനും പൊട്ടൻസിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ വേരിയേഷൻ കാണുന്നത്. ഇന്ത്യയിൽ തന്നെ 50,000 ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ആൻഡ് 1,000 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. ഇനി അടുത്തത് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ദ ഡൈവേഴ്സിറ്റി അറ്റ് ദ സ്പീഷീസ് ലെവൽ. ഇതിന് വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും, ഇന്ത്യയിൽ തന്നെ വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആംഫീബിയൻ സ്പീഷീസിന് വളരാൻ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമാറ്റിക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. അവിടെയാണ് കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ്. അന്നേരം ഗ്രേറ്റർ ആംഫീബിയൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റിയും കാണപ്പെടുന്നത് വെസ്റ്റേൺ ഗാർഡ്സിലാണ്. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി അറ്റ് ദി എക്കോസിസ്റ്റം ലെവൽ. ഇന്ത്യയിൽ തന്നെ ഡെസേർട്സ്, റെയിൻ ഫോറസ്റ്റ്, മാൻഗ്രോവ്സ് തുടങ്ങിയ കുറേയധികം എക്കോസിസ്റ്റം ലെവൽസ് ഉണ്ട്. എന്നാൽ ഇന്ത്യയിൽ കാണുന്നത് പോലെ ആയിരിക്കില്ല സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേയിൽ കാണുന്നത്. നോർവേയിൽ ഈ ഡെസേർട്സ്, റെയിൻ ഫോറസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നോർവേയിൽ എങ്ങനെയാണ് ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് അവരെ ഫേവർ ചെയ്യുന്നത് അതുപോലെയായിരിക്കും അവിടുത്തെ എക്കോസിസ്റ്റംസ് ലെവൽ. അങ്ങനെ എക്കോസിസ്റ്റം തന്നെ വെവ്വേറെ ആകുമ്പോൾ അതിനുള്ളിലുള്ള പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസും വേറെ വേറെ ആയിരിക്കും. അന്നേരം അവർ തമ്മിൽ ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടാകും. ഈ റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് എവല്യൂഷൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഇന്നത്തെ സാഹചര്യത്തിൽ സ്പീഷീസ് എക്സ്റ്റിൻറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ റിച്ച് ബയോഡൈവേഴ്സിറ്റി എന്നത് നശിക്കും. സോ biodiversity and its conservation are now vital environmental issues of international concern. അങ്ങനെ ഈ ബയോഡൈവേഴ്സിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സർവൈവൽ ആൻഡ് വെൽബീയിങ് വുഡ് ഓൾസോ ബി ഇൻ ഗ്രേവ് ഡേഞ്ചർ. ഹൗ മെനി സ്പീഷീസ് ആർ ദെയർ ഓൺ എർത്ത് ആൻഡ് ഹൗ മെനി ഇൻ ഇന്ത്യ? കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല എത്ര സ്പീഷീസ് ഭൂമിയിലുണ്ടെന്ന്. എന്നാൽ അക്കോർഡിംഗ് ടു IUCN എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, 2004 IUCN പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഡിസ്ക്രൈബ്ഡ് സോ ഫാർ ഈസ് സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ എന്ന്. ഇങ്ങനെ IUCN പറഞ്ഞാലും ശരി, പക്ഷെ നമുക്കൊരു ക്ലിയർ ആയിട്ട് എത്ര സ്പീഷീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ സ്പീഷീസിനെ ഡിസ്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ സയൻറ്റിസ്റ്റുകളുടെ ഒപ്പീനിയൻ ഇതാണ് 20 to 50 മില്യൺ സ്പീഷീസ് ഉണ്ടെന്ന്. എന്നാൽ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് റോബർട്ട് മെയ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ ഒരു എസ്റ്റിമേഷനാണ്. റോബർട്ട് മെയ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് അബൌട്ട് 7 മില്യൺ. ഇനി നമ്മൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസ് കൺസിഡർ ചെയ്യുകയാണ്. ഇതിൽ തന്നെ ആനിമൽസ് ആണ് ഏറ്റവും കൂടുതൽ. മോർ ദാൻ 70% ഓഫ് ഓൾ സ്പീഷീസ് റെക്കോർഡഡ് ആർ ആനിമൽസ്, വൈൽ പ്ലാന്റ്സ് കംപ്രൈസ് നോ മോർ ദാൻ 22% ഓഫ് ദ ടോട്ടൽ. ഇനി ആനിമൽസിൽ തന്നെ ഇൻസെക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ. പ്ലാന്റ്സിൽ ഫംഗൈ ആണ് ഏറ്റവും കൂടുതൽ. ഇൻവെർട്ടിബ്രേറ്റ്സിൽ ഇൻസെക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ. സെക്കൻഡ് പൊസിഷൻ മൊളുസ്ക്സ്, തേർഡ് ക്രസ്റ്റേഷ്യൻസ്. വെർട്ടിബ്രേറ്റ്സിൽ ഫിഷസ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് ബേർഡ്സ്, അത് കഴിഞ്ഞിട്ട് റെപ്റ്റൈൽസ്, പിന്നെയാണ് ആംഫീബിയൻസും മാമൽസും ഉള്ളത്. പ്ലാന്റ് സ്പീഷീസിൽ ഏറ്റവും കൂടുതൽ ഫംഗൈ, അത് കഴിഞ്ഞിട്ടാണ് ആൻജിയോസ്പേംസ്.
India has only 2.4% of the world's land area, but its share of global species diversity is an impressive 8.1%. ഈ ഭൂമി ഫുള്ളാകെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യ 2.4% മാത്രമേ ഏരിയ ഉള്ളൂ. എങ്കിലും 8.1% ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇന്ത്യക്കുണ്ട്. ഇത് കാരണം 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡിൽ ഇന്ത്യയും ഒരാളാണ്. Nearly 45,000 species of plants and twice as many of animals have been recorded from India. അന്നേരം റോബർട്ട് മെയ് പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 22% ഓഫ് ടോട്ടൽ സ്പീഷീസ് മാത്രമേ ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനിയും 1 lakh പ്ലാന്റ് സ്പീഷീസും 3 lakh ആനിമൽ സ്പീഷീസും കണ്ടുപിടിക്കാനുണ്ട്. Patterns of biodiversity, latitudinal gradients. Diversity of plants and animals is not uniform throughout the world but shows a rather uneven distribution. എർത്തിനെ തന്നെ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് സർക്കിൾ എന്നിങ്ങനെ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ മുതൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയുള്ളതാണ് ട്രോപ്പിക്കൽ റീജിയൺ. അങ്ങനെ ഈ ട്രോപ്പിക്കൽ റീജിയണും നമ്മൾ ടെമ്പറേറ്റ് റീജിയൺ എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ റീജിയൻ്റെ കുറച്ചും കൂടെ മുകളിലായിട്ടുള്ള റീജിയണാണ്. അവിടെയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിയർലി 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ കൊളംബിയ. കൊളംബിയ ഇക്വേറ്ററിനോട് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. ന്യൂയോർക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 105 സ്പീഷീസ് ഓഫ് ബേർഡ്സ് മാത്രമേ ഉള്ളൂ. ഇനി ഗ്രീൻലാൻഡ് നോക്കുകയാണെങ്കിൽ അത് 56 സ്പീഷീസ് ഓഫ് ബേർഡ്സ് മാത്രമേ ഉള്ളൂ. ഇക്വേറ്ററിൽ നിന്നും കുറച്ചും കൂടെ ദൂരമുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ്. ഇനി ഇന്ത്യ ട്രോപ്പിക്കൽ റീജിയണിൽ വരുന്നൊരു കൺട്രിയാണ്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ തന്നെ 1200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ഇനി ഇക്വഡോറും ട്രോപ്പിക്കൽ റീജിയണിൽ വരുന്ന ഒരു കൺട്രിയാണ്. ആ റീജിയണിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റിൽ 10 times as many സ്പീഷീസ് ഓഫ് വാസ്കുലാർ പ്ലാന്റ്സ് ആസ് ഇൻ ടെമ്പറേറ്റ് റീജിയൺ. മിഡ് വെസ്റ്റ് ഓഫ് യു എസ് എയിലത്തെ മിഡ് വെസ്റ്റ് ആ ഭാഗങ്ങളൊക്കെ ടെമ്പറേറ്റ് റീജിയണിൽ വരുന്നതാണ്. അവിടുത്തെ ഫോറസ്റ്റിൽ കാണുന്ന വാസ്കുലാർ പ്ലാന്റ്സിനെക്കാട്ടും 10 times കൂടുതലായിരിക്കും ഇക്വേഡറിൽ കാണുന്നത്. ഇനി ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി, ദ ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത്, അത് ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിലാണ്, സൗത്ത് അമേരിക്കയിലുള്ളത്. അതിൽ 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്, 3,000 സ്പീഷീസ് ഓഫ് ഫിഷസ്, 1,300 സ്പീഷീസ് ഓഫ് ബേർഡ്സ്, 427 species of mammals, 427 species of amphibians, 378 species of reptiles and more than 1,25,000 species of invertebrates. ഏറ്റവും കൂടുതൽ സ്പീഷീസ് കാണപ്പെടുന്നതും അവരുടെ ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലായിട്ടുള്ളതും ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിലാണ്. സയന്റിസ്റ്റുകൾ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവിടെ ഇനിയും 2 million ഇൻസെക്ട് സ്പീഷീസ് ഡിസ്കവർ ചെയ്യാനുണ്ട് എന്നാണ്. What is so special about tropics that might account for its greater biological diversity? ഇതിന് ഉത്തരം നൽകാൻ തന്നെ എക്കോളജിസ്റ്റ് ആൻഡ് എവല്യൂഷണറി ബയോളജിസ്റ്റ് കുറെ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി. അതിൽ ഒന്നാമത്തതാണ് സ്പീസിയേഷൻ. ഇറ്റ്സ് ജനറലി എ ഫങ്ഷൻ ഓഫ് ടൈം. ടെമ്പറേറ്റ് റീജിയൻസിൽ ഗ്ലേസിയേഷൻസ് ഫ്രീക്വന്റ്ലി ആയിട്ട് നടന്നിട്ടുണ്ട്. എന്നാൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ അവിടെ ഗ്ലേസിയേഷൻ നടന്നിട്ടില്ല. റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കുറേ അധികം വർഷങ്ങൾ ഉണ്ടായിരുന്നു. സോ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് ആനിമൽസ് ആൻഡ് പ്ലാന്റ് സ്പീഷീസിന് ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ ഇഷ്ടം പോലെ സമയം ലഭിച്ചു. ഇനി രണ്ടാമത്തെ റീസൺ, ട്രോപ്പിക്കൽ എൻവയോൺമെന്റ്സും ടെമ്പറേറ്റ് വൺസിനെയും ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻസിൽ റിലേറ്റീവ്ലി കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. അവിടെ ഓൾമോസ്റ്റ് ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ്. എന്നാൽ ടെമ്പറേറ്റ് റീജിയൻസിൽ വെരി കോൾഡ് ആയിട്ടുള്ള വിന്റേഴ്സ്, പിന്നെ അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള സമ്മേഴ്സ് എന്നിങ്ങനെ രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഉള്ളതിനാൽ തന്നെ കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ളത് ട്രോപ്പിക്കൽ റീജിയൻസ് ആണ്. സോ ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുന്നത്. ഇനി മൂന്നാമത്തത് സോളാർ എനർജി. സോളാർ എനർജി ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്നാണ്. സോ പ്രൊഡക്ടിവിറ്റി കൂടും. ദസ് ഇൻ ടേൺ ഇൻഡയറക്ട്ലി ഗ്രേറ്റർ ഡൈവേഴ്സിറ്റിക്കും കാരണമാകും. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ജർമ്മൻ നാച്ചുറലിസ്റ്റ് ആൻഡ് ജോഗ്രഫർ ആയ അലക്സാണ്ടർ വോൺ ഹാംബോൾട്ട്
സൗത്ത് അമേരിക്കൻ ജംഗിൾസിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചൊരു കാര്യം എന്തെന്ന് വെച്ചാൽ എത്ര കൂടുതൽ ഏരിയ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നു അതിലൊക്കെ കാണുന്നത് കൂടുതൽ സ്പീഷീസ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഇനി ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ റീസണിങ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോർമുല കിട്ടും. S = CA⁻Z. ഇത് ഒരു ഹൈപ്പർബോലയാണ്. ഇറ്റ്സ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോല. The relation between species richness and area for a wide variety of taxa turns out to be a rectangular hyperbola. S = CA² ൽ S എന്ന് വെച്ചാൽ സ്പീഷീസ് റിച്ച്നെസ്, C എന്ന് വെച്ചാൽ y ഇന്റർസെപ്റ്റ്, A എന്ന് വെച്ചാൽ ഏരിയ, Z is the slope of the line. അതിനെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്നും പറയും. ഇതിനെ ലോഗാരിതമിക് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് log S = log C + Z log A. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. y = mx + c നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് y അത് log S തന്നെ, mx + c m z ആയി സ്ലോപ്പ് തന്നെ, mx x log A + c c log c അത് y ഇന്റർസെപ്റ്റ് തന്നെയാണ്. അങ്ങനെ സ്പീഷീസ് റിച്ച്നെസ്സും വേഴ്സസ് ഏരിയ ഗ്രാഫ് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അങ്ങനെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് സെഡിന്റെ വാല്യൂ കിട്ടുന്നത് 0.1നും 0.2നും ഇടയിലാണ്. അതിനി ബ്രിട്ടനിലുള്ള പ്ലാന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിലും, കാലിഫോർണിയയിലുള്ള ബേർഡ്സ് നോക്കുകയാണെങ്കിലും, ന്യൂയോർക്കിലുള്ള മൊളസ്ക് നോക്കുകയാണെങ്കിലും എന്തായാലും നമുക്ക് ഏകദേശം 0.1നും 0.2നും ഇടയിലുള്ള വാല്യൂ തന്നെയാണ് കിട്ടുക. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ വലിയ ഏരിയ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് കുറച്ചും കൂടെ സ്റ്റീപ്പ് ആകും. Z വാല്യൂസ് 0.6നും 1.2നും ഇടയിലൊക്കെ ആയിരിക്കും. ഇനി ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെന്റ് കോണ്ടിനെന്റ്സിൽ ബേർഡ്സ് ആൻഡ് മാമൽസ് വിച്ച് ആർ ഫ്രൂട്ട് ഈറ്റിംഗ്, ഫ്രൂഗിവോറസ് ബേർഡ്സും ഫ്രൂഗിവോറസ് മാമൽസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്ലോപ്പ് 1.15 എന്ന് കിട്ടും. കുറച്ചും കൂടി സ്റ്റീപ്പ് ആവും. ഇനി വാട്ട് ഡു സ്റ്റീപ്പർ സ്ലോപ്സ് മീൻ? സ്റ്റീപ്പർ സ്ലോപ്സ് എന്ന് വെച്ചാൽ മോർ ദ ഏരിയ മോർ ദ ഡൈവേഴ്സിറ്റി. ഏരിയ കൂടുമ്പോൾ അതിൽ ഉള്ള ഡൈവേഴ്സിറ്റിയും കൂടും. ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ടു ദ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റം പ്രവർത്തിക്കാൻ നമ്പർ ഓഫ് സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്യുമോ? ഒരു എക്കോസിസ്റ്റം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അതിൽ ഓരോ ജീവിയുടെയും സ്പീഷീസ് നമ്പർ അതൊരു മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ട കാര്യമാണ്. കുറേ വർഷങ്ങളായിട്ട് എക്കോളജിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ മോർ ദ സ്പീഷീസ് ദെൻ മോർ സ്റ്റേബിൾ വിൽ ബി ദ സ്പീഷീസ് ദാൻ ദോസ് വിത്ത് ലെസ് സ്പീഷീസ്. കുറേയധികം സ്പീഷീസ് ഉണ്ടെങ്കിൽ അവർ കുറേയധികം സ്റ്റേബിൾ ആയിരിക്കും എന്നാണ്. ഇനി എന്താണ് ഈ സ്റ്റേബിൾ എന്ന് വെച്ചാൽ? എ സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഷുഡ് നോട്ട് ഷോ ടു മച്ച് വേരിയേഷൻ ഇൻ പ്രൊഡക്ടിവിറ്റി ഫ്രം ഇയർ ടു ഇയർ. ഇറ്റ് മസ്റ്റ് ബി എയ്തർ റെസിസ്റ്റന്റ് ഓർ റെസിലിയന്റ് ടു ഒക്കേഷണൽ ഡിസ്റ്റർബൻസസ് ആൻഡ് ഇറ്റ് മസ്റ്റ് ഓൾസോ ബി റെസിസ്റ്റന്റ് ടു ഇൻവേഷൻ ബൈ ഏലിയൻ സ്പീഷീസ്. അധികമൊന്നും വേരിയേഷൻസ് ഇല്ലാത്തത്, ഇനിയിപ്പോൾ വല്ല ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരികയാണെങ്കിൽ തന്നെ അതിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ റെസിലിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിക്ക് പറയുന്നതാണ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി. ഈ ആട്രിബ്യൂട്ട്സ് എങ്ങനെയാണ് സ്പീഷീസ് റിച്ച്നെസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കിതുവരെ അറിയില്ല. എന്നാൽ ഡേവിഡ് ടിൽമാൻ അദ്ദേഹത്തിൻ്റെ ലോങ് ടേം എക്കോസിസ്റ്റം എക്സ്പെരിമെൻറ്റ്സ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അദ്ദേഹം കണ്ടുപിടിച്ചത് എന്തെന്ന് വെച്ചാൽ മോർ സ്പീഷീസ് ഷോഡ് ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻസ് ഇൻ ടോട്ടൽ ബയോമാസ്. കുറേയധികം സ്പീഷീസ് ഉണ്ടെങ്കിൽ അതിൽ ലെസ് വേരിയേഷൻസേ ഉണ്ടാകൂ. സോ ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. ആ സ്പീഷീസ് കുറേ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അധികം വേരിയേഷൻസ് ഇല്ലാണ്ട് ഹയർ പ്രൊഡക്ടിവിറ്റിയിലേക്ക് നീങ്ങിയത്. ഇനി ഈ ബയോഡൈവേഴ്സിറ്റി നമ്മളെ ബാധിക്കുമോ? ഇവരുടെ നമ്പർ എക്സ്റ്റിൻറ്റ് ആവുകയാണെങ്കിലും കൂടുതലാവുകയാണെങ്കിലും നമ്മളെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യത്തിനും ഉത്തരം കണ്ടുപിടിക്കാം.
ഇതിന് ഉദാഹരണമായിട്ട് തന്നെ നമ്മൾ ഡോഡോ എന്ന് പറഞ്ഞ എക്സ്റ്റിങ്ക്റ്റ് ആയ ഒരു ആനിമലിനെ കൺസിഡർ ചെയ്യുകയാണ്. അന്നേരം ഈ ഡോഡോ എന്ന് പറയുന്ന ഈ ബേർഡ് ഇതൊരു ഫ്ലൈറ്റ്ലെസ് ബേർഡാണ്. ഇത് ഒരു സെർട്ടൈൻ ട്രീനെ പോളിനേറ്റ് ചെയ്യാൻ സഹായിച്ചിരുന്നു. ആ ട്രീയുടെ പേരും ഡോഡോ ട്രീ എന്നാണ്. ഈ ട്രീനെ പോളിനേറ്റ് ചെയ്യുന്ന ഡോഡോ എക്സ്റ്റിങ്ക്റ്റ് ആയപ്പോൾ ഇതിൻ്റെയും എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ മൗറീഷ്യസിൽ ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്റ്റ് ആയി നിൽക്കുന്ന ഈ ട്രീ ആണ് ഡോഡോ ട്രീ. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്പീഷീസിൻ്റെ നമ്പർ ഒരു എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇനി നമ്മൾ വെസ്റ്റേൺ ഗാറ്റ്സിൽ പറഞ്ഞു ആംഫീബിയൻ സ്പീഷീസ് കൂടുതലാണെന്ന്. ഇതിൽ വൺ ഓഫ് ദ ട്രീ ഫ്രോഗ് സ്പീഷീസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ വെസ്റ്റേൺ ഗാറ്റ്സിൽ എക്കോസിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അതേപോലെ 20,000 ആൻ സ്പീഷീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ 20,000 പകരം 15,000 സ്പീഷീസേ ഉള്ളൂ എങ്കിൽ അതും എക്കോസിസ്റ്റത്തെ ബാധിക്കും. ഇതിന് ഒരു അനലോഗി ആയിട്ട് റൈവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് സ്റ്റാൻഫോർഡ് എക്കോളജിസ്റ്റ് ആയ പോൾ എഹ്റിക് പ്രപ്പോസ് ചെയ്തു. ഒരു എയറോപ്ലെയിനിൽ നമ്മൾ പാർട്സ് ജോയിൻ ചെയ്ത് വെക്കുന്നത് റൈവറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ ഒരു പാസഞ്ചർ അതിൽ പോകുമ്പോൾ ഓരോരോ റൈവറ്റ് ഊരിയെടുത്ത് തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ ഫ്ലൈറ്റ് സേഫ്റ്റി അത് ബാധിക്കില്ലേ? ഇതുപോലെ കുറേ പേർ ഊരിയെടുത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായാലും ആ ഫ്ലൈറ്റ് സേഫ്റ്റി നന്നായി ബാധിക്കുകയും മിക്കവാറും ക്രാഷ് സംഭവിക്കാനും ഇടയുണ്ട്. ആ യാത്ര അത്ര സുരക്ഷിതവും ആവില്ല. സോ ഒരു എക്കോസിസ്റ്റമിലുള്ള ഓരോ സ്പീഷീസിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ട്രൈ ടു സേവ് ഫോർ our survival. Thank you.